والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ഇർഷാദുൽ ഇബാദ് സബുക്ക് 60 നിസ്കാരത്തിൻ്റെ ഫർദുകളിലേക്ക് പ്രവേശിക്കുകയാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർദുകളൊക്കെ വ്യക്തമായും കൃത്യമായും അറിഞ്ഞിരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്തായ നിസ്കാരം, അതിൻ്റെ എല്ലാ ആദാബുകളും പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഇബാദത്ത് സമർപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കാരം പോലെയുള്ള ഒരു ഇബാദത്ത് മറ്റൊന്നില്ല എന്നുള്ള വിശദീകരണങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞുപോയി. ബാക്കിയുള്ള അമലുകളെ പോലെയൊന്നുമല്ല നിസ്കാരം എന്നുള്ളത്, അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള മുനാജാത്താണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫർളുകളിലേക്കാണ് കടക്കുന്നത്. ഷർത്തുകളെക്കുറിച്ച് ഹ്രസ്വമായ ഒരു വിശദീകരണം നമ്മൾ നടത്തി. ഇനി ഫർളുകളിലേക്ക് കടക്കുകയാണ്. ഫർളുകൾ 14 എണ്ണമാണ് നമ്മൾ മുമ്പേ പറഞ്ഞു വരുന്നത്, അറിയാം നമുക്ക്. ഇൻഷാ അല്ലാഹ് അത് എല്ലാ ഫർളുകളെയും വ്യക്തമായി പരിചയപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അത് ഫർളുകൾ 14 എന്നെണ്ണിയവരുണ്ട്, 13 എണ്ണിയവരുണ്ട്, 17 എന്നെണ്ണിയവരുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതൊക്കെ എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിപ്പം നമ്മുടെ മഖ്ദൂം തങ്ങൾ ഇർഷാദിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ അധിക പഠനത്തിന് ആവശ്യമുള്ളവർ മറ്റ് കിതാബുകൾ നോക്കുകയോ അല്ലെങ്കിൽ സംശയ നിവാരണം നടത്തുകയൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഏതായാലും ഫർളുകൾ, ഒന്നാമത്തെ ഫർള് നമുക്കറിയാം നിയ്യത്താണ്. ആ നിയ്യത്തിൽ എന്തൊക്കെ ഉൾപ്പെടണം? നിയ്യത്ത് ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തും സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്തും. സുന്നത്ത് നിസ്കാരം തന്നെ അത് മുഖയ്യദായ സുന്നത്താണ് മുത്തലഖായ സുന്നത്താണ് നോക്കിയിട്ടൊക്കെ നിയ്യത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ളതിൽ വ്യത്യാസമുണ്ട്. ഫർള് നിസ്കാരങ്ങളുടെ നിയ്യത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ആ നിയ്യത്ത്. അപ്പോൾ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള കരുതൽ നിസ്കാരത്തിൻ്റെ പ്രവർത്തനത്തെ കരുതുക. പിന്നെ ഫർള് എന്ന് കരുതണം, ഫർളാണ് എന്ന് കരുതണം, ഫർള് നിസ്കാരം എന്ന് പറയണം. പിന്നെ ഇന്ന നിസ്കാരം എന്ന് നിർണയിക്കണം, ഇന്ന നിസ്കാരം എന്ന് നിർണയിക്കണം. ളുഹറോ അസ്റോ മഗ്രിബോ ഏതാണെന്ന് ഫർള് നിസ്കാരം 2 സൈസ് ഉണ്ടാവും. വഖ്ത് ഉള്ളതും ഉണ്ടാവും, സബബുള്ളതും. വഖ്തുടേത് സബബുടേതെന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരു സമയം കടന്നു വന്നാൽ ആ സമയത്ത് നിസ്കരിക്കേണ്ട നമ്മുടെ ഫർള് നിസ്കാരങ്ങളൊക്കെ അങ്ങനെയാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സബബുള്ള നിസ്കാരമുണ്ട്, കാരണങ്ങൾ ഉണ്ടായാൽ നിസ്കരിക്കേണ്ടത് നിസ്കാരം. അത് പ്രത്യേക സമയമല്ല നോക്കുന്നത്, അതിൻ്റെ കാരണമാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രഹണ നിസ്കാരം, ഗ്രഹണം ഉണ്ടായാൽ നിസ്കരിക്കുക, മഴയത്തേടുന്ന നിസ്കാരം ആ സന്ദർഭത്തിൽ നിസ്കരിക്കുക എന്നൊക്കെ. അപ്പോൾ അതൊക്കെ സബബുடைய നിസ്കാരങ്ങളാണ്. അപ്പോൾ വഖ്തുടേതോ സബബുടേതോ ഏതായാലും ഏത് നിസ്കാരമാണെന്ന് നിർണയിക്കണം. ഇതൊക്കെ ഈ 3 കാര്യങ്ങളാണ് ഫർള് നിസ്കാരത്തിൽ നിർബന്ധമായി വരുന്നത്. പിന്നെ ഇമാമുണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ എന്ന് പറയണം. അത് പിന്നെ ജമാഅത്തും കൂടി ആവുമ്പോഴുള്ള നിർബന്ധമായ ഭാഗമാണ്. അപ്പോൾ നിയ്യത്തിന് നിർബന്ധമായ ഘടകങ്ങൾ ഫർള് നിസ്കാരമാണെങ്കിൽ 3 എണ്ണമാണ്. ഒന്ന്, നിസ്കാരത്തിൻ്റെ പ്രവർത്തനത്തെ കരുതുക, ഇന്ന നിസ്കാരമാണെന്ന് നിർണയിക്കുക, പിന്നെ ഫർളാണെന്ന് കരുതുക. സുന്നത്ത് നിസ്കാരമാണെങ്കിലോ സാധാരണ മുഅഖത്തായ അല്ലെങ്കിൽ മുഖയ്യദായ സുന്നത്ത് നിസ്കാരം, അത് നിസ്കരിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നിർബന്ധം. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്ന് എന്തായാലും കരുതണം. പിന്നെ ഇന്ന നിസ്കാരം എന്ന് കരുതണം. സുന്നത്ത് നിസ്കാരം എന്ന് പ്രത്യേകം പറഞ്ഞോളണമെന്നില്ല. പിന്നെ മുത്തലഖായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു, എന്നാൽ അവിടെ ഉസല്ലീന്ന് മാത്രം കരുതിയാലും മതി. അതാണ് ഇനി പറയാനുള്ളത്. ഫുറൂദുഹ, അതിൻ്റെ ഫർളുകൾ. നിയ്യത്തു ഫഅലിഹ, നിസ്കാരത്തിൻ്റെ പ്രവർത്തനത്തെ കരുതുക എന്നുള്ളതാണ്. നിയ്യത്തു ഫിഅലിഹ എന്നല്ല, ഫഅലിഹ, നിസ്കാരത്തിൻ്റെ പ്രവർത്തനത്തെ കരുതുക എന്ന് പറഞ്ഞാൽ അത് 2 നിലക്ക് ഉണ്ട്. ഒന്നുകിൽ മുജ്മലായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നിസ്കാരത്തിൻ്റെ
നിസ്കാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ആ നിസ്കാരം കരുതുക. അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും തഫ്സീലായിട്ട് തന്നെ കരുതുക. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്ന വരെയുള്ള റുക്കൂ സുജൂദ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും എന്താക്കുക, ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടായിരിക്കുക. അതാണ് എന്താണ് നിസ്കാരത്തിൻ്റെ പ്രവർത്തനത്തെ കരുതുക എന്ന് പറഞ്ഞു. ഏതോടുകൂടെ മഅ തഅയീന് ദാത്തി വഖത്തിൻ ഔ സബബിൻ, വഖത്തുടേതോ സബബുടേതോ ആയ ഏത് നിസ്കാരമാണെന്ന് നിർണയിക്കലോടുകൂടെ. വ മഅ നിയ്യത്തുൽ ഫർളി ഫീഹി, ഫർള് നിസ്കാരത്തിൽ ഫർളാണെന്ന് കരുതലോടുകൂടെയും. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ 3 നിസ്കാരങ്ങളിലും ഉള്ള 3 തരം നിയ്യത്തുകളും ഈ പറഞ്ഞതിൽ പെട്ടു. നിസ്കാരത്തിൻ്റെ പ്രവർത്തനത്തെ കരുതണം എന്ന് പറഞ്ഞു, അതെല്ലാത്തിലും വേണം. മഅ തഅയീനി ദാത്തി വഖത്തിൻ ഔ സബബിൻ എന്ന് പറയുന്നപ്പോൾ എന്ന് വഖത്തുടേതോ സബബുടേതോ ആയ നിസ്കാരം ഏതാണെന്ന് നിർണയിക്കണം. അപ്പോൾ അങ്ങനെ അത് നിർണയിക്കണമെങ്കിൽ ഇന്ന നിസ്കാരം എന്ന് പ്രത്യേകം നിർണയിക്കാൻ കഴിയുന്നല്ലേ നിർണയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിൽ അത് ബാധകമല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലായി. പിന്നെയോ സുന്നത്ത് നിസ്കാരത്തിൽ ബാക്കിയുള്ള മുഖയ്യദായ സുന്നത്ത് നിസ്കാരത്തിൽ അത് വേണമെന്നും തിരിഞ്ഞു. അപ്പോൾ മഅ നിയ്യത്തിൽ ഫർള് ഫീഹി, ഫർളാണെങ്കിൽ ഫർള് എന്ന് കരുതുക എന്ന് പറയുമ്പോൾ എന്ത് തിരിഞ്ഞ് സുന്നത്തിൽ സുന്നത്താണെന്ന് കരുതണമെന്നില്ല, ഫർളിൽ ഫർളാണെന്ന് കരുതണം. അപ്പോൾ സുന്നത്തിൽ ഫർളാണെന്ന് കരുതണമെന്നില്ല. അപ്പോൾ ഫർള് നിസ്കാരത്തിൽ സുന്നത്തിൽ സുന്നത്താണെന്ന് കരുതണമെന്നില്ല. അപ്പോൾ ഫർള് നിസ്കാരത്തിൽ 3 നിയ്യത്ത്, മുഖയ്യദായ സുന്നത്ത് നിസ്കാരത്തിൽ 3 നിയ്യത്ത് എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ, നിയ്യത്തിന് 3 ഘടകങ്ങൾ. മുഖയ്യദായ സുന്നത്ത് നിസ്കാരത്തിൽ 2 കാര്യങ്ങൾ. അതുപോലെ തന്നെ മുത്തലഖായ സുന്നത്ത് നിസ്കാരത്തിന് ഒറ്റ കാര്യം മതി, ഉസല്ലി നിസ്കരിക്കുന്നു എന്നുള്ള, ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ആ നിയ്യത്ത് മതിയാവും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിസ്കാരത്തിൽ അടങ്ങിയിരിക്കേണ്ടത്, നിയ്യത്തിൽ അടങ്ങിയിരിക്കേണ്ടത്. ഉസല്ലി ഫർള ളുഹരി, ഏതുപോലെ ഉസല്ലി ഫർള ളുഹരി എന്ന് പറയുന്നത് പോലെ. വയജിബു ഖർനുഹ, ആ നിയ്യത്ത് അന്വയിക്കൽ നിർബന്ധമാണ്. ബി അവ്വലി തക്ബീർ, തക്ബീറിന്റെ ആദ്യത്തിനോട് അന്വയിക്കൽ നിർബന്ധമാണ്. വസ്തിസ്വഹാബുഹ, ആ നിയ്യത്തിനോട് സഹവസിക്കൽ നിർബന്ധമാണ്. ഇലാ ആഖിരിഹ, പിന്നെ തക്ബീറിന്റെ അവസാനം വരെ. എന്താണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസാനം വരെ ആ നിയ്യത്തിനോട് സഹവസിക്കലും നിർബന്ധമാണ്. അപ്പോൾ തക്ബീറിന്റെ ആദ്യത്തിനോട് അന്വയിക്കുക, ചേരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെക്കുന്ന നിയ്യത്ത് സ്വല്ലി ഫർള ളുഹരി എന്ന് പറയുന്ന ഈ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നിയ്യത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ ആദ്യം എന്താക്കും, അതിന് ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ അത് വായോണ്ട് പറയൽ സുന്നത്തുണ്ട്. അങ്ങനെ വായോണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ വായോണ്ട് പറയലോടുകൂടി നമ്മളെ ഹൃദയത്തിൽ അത് സ്ഥാനം പിടിച്ചു. ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ സമയത്ത് ആന്ന് ഉച്ചരിക്കുമ്പോൾ തുടക്കത്തിൽ എന്തുണ്ടായിരിക്കണം, ഈ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് മാത്രം പോരാ, വസ്തിസ്വഹാബുഹ ഇലാ ആഖിരിഹ, അതിന്റെ അവസാനം വരെ ആ നിയ്യത്ത് അങ്ങനെ അല്ലാഹു അക്ബറിന്റെ റാവ് വരെ അത് നിലനിൽക്കുകയും വേണം, പൂർണ്ണമായ നിയ്യത്ത്. ഇതാണ് എന്താണ് നമ്മുടെ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം നിയ്യത്തിന്റെ വിഷയത്തിൽ. അത് ഖവാസുകൾക്കാണ്, അവാമിന് എന്തില്ല, അത് നിർബന്ധമില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം തന്നെ പറയുന്നുണ്ട് മുഖ്താറ അഭിപ്രായം ഉർഫിയ മുഖാർണത്ത് മതി എന്നൊക്കെ. നോക്ക്, കമാ ഫിർ റൗള, റൗളയിൽ പറഞ്ഞതുപോലെ, നബി ഇമാം തങ്ങൾ റൗളയിൽ പറഞ്ഞതുപോലെ, വാസുലിഹ, അതിന്റെ അസ്ലുർ റൗളയിൽ ഷറഉൽ കബീറിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇതില് എന്ത്, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തുടക്കത്തിനോട് നിയ്യത്ത് മുഖാറനത്ത് ആവൽ, നിയ്യത്ത് അന്വയിക്കൽ നിർബന്ധമാണ്. അതിന്റെ അവസാനം വരെ ആ നിയ്യത്തിനോട് സഹവസിക്കലും നിർബന്ധമാണ്. വൽ മുഖ്താറു, അവിടെ മുഖ്താറായ ഒരു അഭിപ്രായം മദ്ഹബിൽ റാജിഹല്ല, മദ്ഹബിൽ ബലപ്പെട്ടതല്ല എങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയിമത്ത് ചില ഇമാമുകൾ, ഇമാമുൽ ഹറമൈനി ഗസാലി ഇമാമൊക്കെ ഇഖ്തിയാർ ചെയ്ത മുഖ്താറായ ഒരു അഭിപ്രായം അൽ ഇക്തിഫാഉ ബിൽ മുഖാറനത്തിൽ ഉർഫിയ, അവിടെ ഉർഫിയായ മുഖാറനത്ത് മതിയാകുമെന്നാണ്. ഉർഫിയായ മുഖാറനത്ത് മതിയാകും എന്ന് പറഞ്ഞാൽ എന്ത് മതി? നമ്മൾ ആദ്യം പറഞ്ഞ കോല എങ്ങനെയാണ്? ഫുൾ നീയത്ത് അള്ളാഹു അക്ബറിന്റെ ആ പറയുമ്പോൾ ഉണ്ടാവണം. അതങ്ങനെ തന്നെ അള്ളാഹു എന്നൊക്കെ ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ആ നീയത്ത് അങ്ങനെ തന്നെ അള്ളാഹു അക്ബർ റാവ് വരെ ഉണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധ മാറിപ്പോകാനൊന്നും പറ്റൂല. അങ്ങനൊന്നും വേണമെന്നില്ല. മുഖാർണത്ത്, റുഫിയായ മുഖാർണത്ത് എന്ന് പറഞ്ഞാൽ അവനെന്തായാൽ മതി, മൊത്തത്തിലൊരു നീയത്ത് പിന്നെ
ആ അള്ളാഹു അക്ബറിൻ്റെ ഇടയിൽ വന്നാൽ മതി, തൗസിഉ പറ്റും. അല്ലെങ്കിൽ ആ ഇസ്തിസ്ഹാബ് വേണമെന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു അക്ബറിൻ്റെ തുടക്കത്തിൽ തന്നെ അത് വേണമെന്നില്ല, അള്ളാഹു അക്ബർ റായിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് വന്നാലും മതി. ഇങ്ങനെയൊക്കെയാണ് ഉർഫിയ മുഖാർണത്ത് കൊണ്ടുള്ള മുറാദ്. അതിൽ തന്നെ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. ഉർഫിയ മുഖാർണത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുശേഷം പറഞ്ഞു ബിഹൈസു യുഅദ്ദു മുസ്തഹ്ളിറൻ ലിസ്വലാത്തി, നിസ്കാരത്തിൽ പരിഗണിക്കപ്പെടുന്ന എല്ലാ കാര്യത്തെയും, നിസ്കാരത്തിനെ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പരിഗണിക്കപ്പെടുന്ന എല്ലാ വിഷയത്തെയും, നിയ്യത്തിൽ വേണ്ട എല്ലാ കാര്യത്തെയും ഹാദിറാക്കിയവനായിട്ട് അവനെ ഗണിക്കപ്പെടുന്ന രീതിയിൽ ഉർഫിയായ മുഖാർണത്ത് മതി. അപ്പൊ അവൻ നിയ്യത്ത് വെച്ചിട്ടുണ്ട്, നിസ്കാരത്തിലെ മുതബറായ കാര്യങ്ങളൊക്കെ, ആ നിയ്യത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, അവന് നിയ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അള്ളാഹു അക്ബറിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഹാദറാക്കിയവനാണ് എന്ന് ഗണിക്കപ്പെടുന്ന രീതിയിൽ ഉർഫിയായ മുഖാർണത്ത് മതി. ആ ഉർഫിയായ മുഖാർണത്തിന് തന്നെ എന്ത് പറഞ്ഞവരുമുണ്ട്, അള്ളാഹു അക്ബർ പറയുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് മനസ്സിലുണ്ടായാലും മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ആയിക്കോട്ടെ, ഏതായാലും ഇതിൽ ഹഖീഖിയായ മുഖാർണത്ത് തന്നെ വേണമെന്നില്ല, ഉർഫിയായ മുഖാർണത്ത് മതി. അപ്പോൾ അവിടെ 4 അഭിപ്രായമാണുള്ളത്. 4 അഭിപ്രായം എന്ന് പറഞ്ഞാൽ മുഖാർണത്തും ഇസ്തിഹ്ലാറും. അതിൽ തന്നെ എന്താണ് ഹഖീഖിയ മുഖാർണത്ത്, ഉർഫിയ മുഖാർണത്ത്. ഹഖീഖിയ ഇസ്തിഹ്ലാർ, അതുപോലെ തന്നെ ഉർഫിയ ഇസ്തിഹ്ലാർ, ഇതൊക്കെ എന്താണ് ഉസ്താദുമാർക്ക് അറിയുന്ന വിഷയങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ബാക്കിയുള്ള കാര്യത്തിലേക്ക് എന്താണ് പിന്നെ നിസ്കാരത്തിൻ്റെ മസ്അലപരമായ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞത് മാത്രം ചർച്ച ചെയ്യുക. ശേഷം നമ്മുടെ തസ്കിയത്തിന് ആവശ്യമുള്ള മറ്റ് ഹദീസുകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നതൊക്കെയാണ് നമ്മുടെ ഈ കിതാബത്തിൻ്റെ ഉദ്ദേശം ഇൻഷാ അല്ലാഹ്. എന്നാലും നമ്മൾ വുളൂവിൻ്റെ ബാബിലൊക്കെ പറഞ്ഞതുപോലെ വിശാലമായ ചർച്ചകളൊക്കെ ആവശ്യമാണെങ്കിൽ ചോദിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. തക്ബീറത്തു തഹറുമി, പിന്നെന്താണ് തക്ബീറത്തുൽ ഇഹ്റാം, 2ാമത്തെ ഫർദ്. 1ാമത്തെ ഫർദാണ് ഇപ്പോൾ പറഞ്ഞത്. അടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇല്ല, അതും കൂടി എടുക്കാം. തക്ബീറത്തുൽ ഇഹ്റാം തഅയ്യന ഫീഹി അല്ലാഹു അക്ബർ. അപ്പോൾ 1ാമത്തെ ഫർദ് നിയ്യത്ത്, 2ാമത്തെ ഫർദ് തക്ബീറത്തുൽ ഇഹ്റാം. എന്താ ഇഹ്റാം എന്നൊക്കെ പറഞ്ഞാൽ ഹറാമാക്കുന്ന തക്ബീർ. നിസ്കാരത്തിന് അതിന് മുമ്പ് ഹലാലായിരുന്ന പലതും തക്ബീറത്ത് കൈകെട്ടലോടുകൂടി, അതായത് തക്ബീർ ചൊല്ലലോടുകൂടി ഹറാമായി. അതുകൊണ്ടാണ് ആ തക്ബീറത്തുൽ ഇഹ്റാം എന്നതിനെ പറയുന്നത്. ബാക്കിയുള്ള തക്ബീർ റുക്കൂയിലേക്ക് സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീറിനൊക്കെ ഇന്തിഖാലാത്തിൻ്റെ തക്ബീർ നമ്മൾ പറയാറുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാനുള്ള തക്ബീർ. അപ്പോൾ ഇതെന്താണ് ഇഹ്റാമിൻ്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോഴുള്ള തക്ബീർ. ആ തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്. റുക്കൂയിലേക്ക് പോകുമ്പോഴുള്ള തക്ബീറോ സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീറോ അതൊക്കെ സുന്നത്തായ തക്ബീറുകളാണ്, ഇന്തിഖാലാത്തിൻ്റെ തക്ബീർ എന്ന് പറയും. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം സാധാരണക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ബാക്കി ഉസ്താദ്മാർക്കൊക്കെ എല്ലാം അറിയുന്നതാണ് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പോൾ ഏതായാലും തഅയ്യന ഫീഹി, അതിൽ നിർണിതമാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ തന്നെ പറയണം. അവിടെ വേറൊന്നും പറഞ്ഞാൽ പോരാ, അല്ലാഹു അഫ്ളലുന്നോ അല്ലെങ്കിൽ അല്ലാഹു അഷ്റഫുന്നോ, അങ്ങനെ അക്ബറിന് അതേ അർത്ഥത്തിൽ വരുന്ന വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. അതുപോലെ തന്നെ അല്ലാഹു തന്നെ പറയണം. അല്ലാഹുവിന് പകരം റഹ്മാനെന്നോ റഹീമെന്നോ അങ്ങനെ അള്ളാഹിൻ്റെ വേറെ അസ്മാകൾ പറഞ്ഞാലൊന്നും എന്താവില്ല, ശരിയാവില്ല. അല്ലാഹു അക്ബർ എന്ന് തന്നെ നിർണിതമാണ്, അത് തന്നെ പറയണം. വയജബു ഇസ്മാഉ തക്ബീരി, തക്ബീർ കേൾപ്പിക്കൽ നിർബന്ധമാണ്. നഫ്സഹു, അവൻ്റെ സ്വശരീരത്തിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. ഇൻകാന സ്വഹീഹ സമഇ, അവൻ കേൾവി ശരിയായവനാണെങ്കിൽ, ചവിടോട്ടണം എന്നല്ല, കേൾക്കും. എന്നാൽ അവൻ എന്താണ് സ്വന്തം നഫ്സിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ വെറുതെ വായ അനക്കിയാൽ മാത്രം പോരാ, ശബ്ദം പുറത്തു വരണം എന്നർത്ഥം. അപ്പോൾ അവൻ്റെ സ്വന്തം നഫ്സെങ്കിലും കേൾക്കണം, അടുത്തുള്ള ആളെ കേൾപ്പിക്കണം എന്നല്ല. അപ്പോൾ വായ അനക്കിയാൽ മാത്രം പോരാ, അത് അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ വരണം, ശബ്ദം പുറത്ത് വരണം, അവൻ കേൾക്കണം. അപ്പോൾ എപ്പോൾ കേൾവി ശരിയായവനാണെങ്കിൽ വല ആരിള മിൻ ലഗത്തിൻ വനഹവിഹി, അപശബ്ദങ്ങൾ പോലത്തത് ഇല്ലാത്ത സമയത്ത്, ആരിളാവാത്ത പുതുതാകാത്ത സമയത്ത്. അപ്പോൾ എന്തെങ്കിലും ഒച്ചപ്പാടിൻ്റെ ഇടയിലാണ്, എന്തോ വാല് പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇവൻ പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന ഭയങ്കര മയക്കുന്ന സൗണ്ട്, ഭയങ്കര ഒച്ചപ്പാടാണ് അപ്പുറം ഉള്ളത്, അല്ലെങ്കിൽ ബുർദ മജ്ലിസ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇവൻ എന്താക്കണ്, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ഒച്ചത്ത് പറയേണ്ടി വരും. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒന്നും ആരുള്ളതായ അപശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എന്താക്കുക, ഇവൻ
അവൻ്റെ സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണം. അങ്ങനെ എന്തെങ്കിലും മറ്റ് ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ മഴ പെയ്യുന്ന സൗണ്ടോ അങ്ങനെ എന്തെല്ലോ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നിസ്കരിക്കുന്നെങ്കിൽ എന്ത് മതി, സാധാരണ അതൊന്നും ഇല്ലാത്ത സമയത്ത് സ്വന്തം നഫ്സിനെ കേൾക്കുന്ന ആ രീതിയിൽ പറഞ്ഞാൽ മതി. ആ അപശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവൻ കേട്ടുകൊള്ളണമെന്നില്ല. ഇത് അള്ളാഹു അക്ബറിന്റെ മാത്രം പ്രത്യേകതയാണോ? അല്ല. വക്കഥ കുല്ലു റുക്കുനിൻ കൗലിയൻ, കൗലിയായ എല്ലാ ഫർദുകളും ഇപ്രകാരം തന്നെയാണ്. കൗലിയായ എല്ലാ ഫർദുകളും. അപ്പോൾ അള്ളാഹു അക്ബർ, അത്തഹിയാത്ത്, ഫാത്തിഹ, സലാം വീട്ടൽ ഇങ്ങനെ തുടങ്ങിയിട്ട് 5 കൗലിയായ ഫർദാണല്ലോ ഉള്ളത്. വായ കൊണ്ട് പറയേണ്ട എല്ലാ ഫർദുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണം. ഇനി സുന്നത്തായ കൗലിയായ സുന്നത്തുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് തന്നെ വേണം? സ്വന്തം നഫ്സ് കേൾക്കുന്ന രൂപത്തിലാകണം. വെറുതെ ചുണ്ടനക്കിയാൽ മാത്രം പോരാന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.